വിശ്വാസി ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന സ്നേഹസ്രോതസ്സാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി നിയോഗിതരായ ആ മുത്തുനബിയുമായുള്ള അഭേദ്യമായ ബന്ധമാണ് സർവ്വ വിജയത്തിന്റെയും കാരണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കറകളഞ്ഞ പ്രേമവും ആദരവും നേടുന്നതിനുള്ള ഉത്തമ ഉപാധിയാണ് സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലുന്നത് ഒരു നിസ്സാര കാര്യമായി കരുതേണ്ടതില്ല. അതിമഹത്തായ ഒരു പുണ്യകർമ്മമാണ്. സ്വലാത്ത് എന്നാൽ ദിക്റാണ്, പ്രാർത്ഥനയാണ്. ഇതിൽ പ്രകീർത്തിക്കലുണ്ട്, അള്ളാഹുവിനെയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസ്മരിക്കലുണ്ട്, അഹ്ലുബൈത്തുകളുടെ മേലിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഇതെല്ലാം സംഗമിക്കുന്ന മഹത്തായ വചനമാണ് സ്വലാത്ത്. അതുകൊണ്ട് തന്നെയാവാം മറ്റു ആരാധനകൾക്കൊന്നുമില്ലാത്ത പുണ്യവും പ്രതിഫലവും അള്ളാഹു ഇതിന് നൽകുന്നത്. മനുഷ്യർ മാത്രമല്ല സ്വലാത്തും സലാമും ചൊല്ലുന്നത്, അള്ളാഹുവും അവന്റെ മലക്കുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് ഖുർആനിലൂടെ വളരെ വ്യക്തമായി അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തിന്റെ വിഷയത്തിലല്ലാതെ മറ്റൊരു ആരാധനയിലും ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, അതിനാൽ നിങ്ങളും ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് സ്വലാത്തിന്റെ മഹത്വമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും ബന്ധമുള്ളവർ എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പ്രതിഫലവും അവൻ്റെ 10 പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവൻ്റെ സ്ഥാനം 10 അടി ഉയർത്തുന്നതുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബിയെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് നാം സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നത്? നാം ചെയ്യുന്ന മറ്റു ഏതൊരു ആരാധനകളും നമ്മിൽ നിന്നും സ്വീകരിക്കുമെന്ന് പറയാനുള്ള യാതൊരു ഉറപ്പുമില്ല. എന്നാൽ സ്വലാത്ത് ഒരിക്കലും തള്ളപ്പെടാത്ത, തീർച്ചയായും സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും പുണ്യമേറിയ ഒരു ആരാധനയാണ്. സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷ കിട്ടുകയും അതുവഴി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവരായി ദുനിയാവിൽ മാറുകയും നമുക്ക് ഏത് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അനുഭവപ്പെട്ടാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹാരം നൽകും എന്നത് തീർച്ചയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നേരിടുന്ന സമയത്ത് സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ ആ സ്വലാത്ത് കാരണമായി അവന്റെ അത്യാവശ്യങ്ങൾ നിറവേറുന്നതും പ്രയാസങ്ങൾ നീങ്ങുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാലുള്ള ശ്രേഷ്ഠതകളെ കുറിച്ച് അനേകം ആയത്തുകളും ഹദീസുകളും ഉള്ളതിനാൽ ശ്രേഷ്ഠതകൾ പറഞ്ഞ് അവസാനിപ്പിക്കൽ അസാധ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു ഇരു വീട്ടിലും നമ്മെ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.